ഹലോ, ആ പാപ്പച്ചനാണ് ഇല്ലേ? എന്നെ അത്യാവശ്യം എടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറയണം. ആ ഓക്കെ. എന്താ ഫാദറുമായിട്ട് പ്രശ്നം? അയാൾ എന്റെ ഫാദർ ഒന്നും അല്ല. പാപ്പച്ചന്റെ മകളല്ലേ? അല്ല, അയാൾ എന്റെ ഫാദറിന്റെ വളരെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ഫാദർ മരിച്ചപ്പോ കുടുംബം രക്ഷിക്കാമെന്ന് പറഞ്ഞ് കൂടെ കൂടിയതാ. എന്നിട്ട് ഒരു ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. It was a trap. Thank you, sir. Thank you so much. Okay. Best of luck. Good night, sir. Good night. Hi, Rita. Hi. ചൗധരി ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് വിചാരിച്ചില്ല. ഇതൊന്നും എന്റെ മിടുക്കല്ല കേട്ടോ. നീയും നിന്റെ ഇന്നത്തെ പെർഫോമൻസും അയാളെ അത്രയ്ക്ക് ഇംപ്രസ് ചെയ്തു. രക്ഷപ്പെട്ടില്ലേ മോളെ? ഇനിയിപ്പോ അമ്മച്ചി അനിയത്തിയും ബോംബെയിൽ നിന്റെ കൂടെ ഒന്ന് താമസിച്ചോട്ടെ അല്ലേ? Papa? Yes? What should I do for you? Say whatever you like. ഞാൻ പറയുന്നത് എന്ത് നീ ചെയ്യൂ? എന്തും. നിനക്ക് വിവരമുണ്ട്. പാപ്പയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. പക്ഷേ ചൗധരിയോട് നിനക്ക് കടപ്പാടുണ്ട്. കടങ്ങളൊന്നും ബാക്കി വെക്കരുത്. അയാൾ നിന്റെ കയ്യിലായാൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഹീസ് മാഡ് ആഫ്റ്റർ യു. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഇല്ല. വേറൊന്നും വേണ്ട. യു ജസ്റ്റ് ഗോ ദേർ ആൻഡ് ഗിവ് ഹിം എ നൈസ് കമ്പനി. ഇപ്പോഴാണെങ്കിൽ ഒരു സൗകര്യമുണ്ട്. ചൗധരി നല്ല ഫിറ്റാ. നിന്റെ കൈ കൊണ്ട് ഒരു 2 ലാർജ് ഒഴിച്ചങ്ങോട്ട് കൊടുത്താൽ അയാൾ പടിയാവും. പിന്നെ നേരം വെളുത്ത് എന്ത് പറഞ്ഞാലും അയാൾ വിശ്വസിച്ചോളും. താങ്ക് യു വെരി മച്ച് മൈ ബ്രദർ. Yes. Yes means yes. Hey, no. Today. Now itself. Night is still young, man. Okay. ഞാൻ ഒരു സ്മാളൂടെ കഴിക്കും. സന്തോഷം കൊണ്ടാ. നീ വേണമെങ്കിൽ ഫ്രഷ് ആയിക്കോ. എന്താ? എനിക്ക് വീട്ടിൽ പോണെന്ന് തോന്നുന്നു. ശരി, കാര്യം സാധിച്ചു കിട്ടിയല്ലോ. ഇനിയിപ്പോ വീട്ടിൽ പോവാന്നല്ലേ? എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഇവിടെ ആരും നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഞാനില്ല ഇവിടെ. മോളെ, എന്തെങ്കിലും നഷ്ടപ്പെടുത്താതെ ഇക്കാലത്ത് ഒന്നും നേടാൻ പറ്റില്ല. ഇതൊക്കെ എല്ലായിടത്തും പതിവുള്ള കാര്യങ്ങളാ.
8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടവനാ ഞാൻ. എനിക്ക് വേണ്ടി ആരും ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. വലിയവന്മാരുടെ ബലവും ബലഹീനതയും ഒക്കെ ഈ പാപ്പച്ചന് നന്നായിട്ട് അറിയാം. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരുമാതിരി ഇല്ലാ കുഞ്ഞു കളിക്കരുത് പറഞ്ഞേക്കാം. പാപ്പാജി. How long I have been waiting impatiently, my dear. Bye. What about a smile? Oh, with pleasure. No problem. It's okay. It's Come. okay. अरे पापा जी सुनिए, कुछ दिन पहले बॉम्बे में एक इंटरेस्टिंग इंसिडेंट हुआ. अरे सच्ची बात बोल रहे हो. I was staying in my resort hotel. तब अपना आदमी आया. The gay food up. I know. Then? अरे फिर क्या हुआ? Hmm. That girl came. Such a beautiful girl. മോളെ ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടാവും, കുറച്ചും എടുത്തു. Then this woman also came. So I asked her, how much? And you know what that lady told me? 1,50,000 sovereign gold. 1,50,000 sovereign gold. How, And that too she will give me. What is it? And she thought that I'm a groom who has come to see her daughter. Yeah. പോലീസുകാർ മണ്ടന്മാരായതുകൊണ്ട് നിങ്ങൾ രണ്ടാളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിക്കാം. ഒരു സംശയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. താങ്കളും ഈ ലേഡിയും തമ്മിലുള്ള ബന്ധമെന്താ? അച്ഛനാണോ, ചേട്ടനാണോ, അമ്മാവനാണോ, അതോ ഭർത്താവാണോ? അതുപോട്ടെ, നമ്മുടെ നാട്ടിലെ സ്ത്രീകളെയൊക്കെ സാധാരണ ബസ് കയറ്റിവിടുന്ന താങ്കളാണ്. ഓണം വെക്കേഷൻ നാട്ടിൽ പോകുന്ന ടീച്ചേഴ്സിനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകലാണോ സാറിന്റെ ജോലി? പറയടാ. സാർ, ദയവേത് ഞങ്ങളെ വിശ്വസിക്കണം. വിശ്വസിക്കാമടാ. കുറ്റം ചെയ്തവൻ പറയുന്നതല്ല അപ്പടി വിശ്വസിക്കാനാണല്ലോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. അർദ്ധരാത്രി ഒരു പെൺകുട്ടി മുറി കയറി വരിക, അവളെ രക്ഷിക്കാൻ വേണ്ടി കാറിക്കറ്റ് കൊണ്ടുപോവുക. എത്രയോ സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, പാതിരാത്രി നീ ഇവളും കൂടി മുറിയിൽ എന്ത് ചെയ്യുകയായിരുന്നു? സാർ, ഞാൻ എല്ലാം വിശദമായി പറഞ്ഞില്ലേ? നീ പറയുന്നതെല്ലാം അപ്പടി വിശ്വസിക്കാൻ ഞാനാരാ, നിന്റെ തന്തയോ? മ്യൂസിക് ടീച്ചർ അല്ലേടി? അവിടെ എത്ര പേരെ മുറിയിലിരുത്ത് നീ മ്യൂസിക് പഠിപ്പിച്ചു? 5000 രൂപ മുറിവാടകയുള്ള റിസോർട്ടിലാണ് നിന്റെ മ്യൂസിക് ക്ലാസ്. എത്രയാടി നിന്റെ കച്ചേരിക്ക് റേറ്റ്? ഇടിച്ചു നിന്റെ. ആൾത്തിരക്കില്ലാത്ത ഹോട്ടൽ രണ്ടാളും കൂടി മുറിയെടുത്തു കസ്റ്റമേഴ്സിന് വലവീശാൻ. അതിനിടയിലാണ് പാപ്പച്ചൻ സാറിന്റെ മകളുമായി പരിചയപ്പെടുന്നത്. ആ പെണ്ണിനെ കൂടി സംഘത്തിൽ ചേർക്കാമെന്ന് തീരുമാനിച്ചു. കെട്ടും പൊട്ടും തിരിയാത്ത അവളെ പറഞ്ഞു മയക്കി കാറി കയറ്റി കൊണ്ടുപോയി. പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവളെ അടിച്ചു വീഴ്ത്തി. ഇതല്ലടി സത്യം? ഒന്നും രണ്ടുമല്ല, രണ്ടുപേരും മിനിമം 7 കൊല്ലം പൂജപ്പുര ജയിലിന്റെ അഴി എണ്ണും. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് പാപ്പച്ചൻ അറിയാം. പിന്നെ എന്തിനായാലും ഞങ്ങളെ ഈ കള്ളക്കേസ് കൊടുക്കുന്നു? ഈ കേസ് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചാലേ പാപ്പച്ചന് ഇതിൽ നിന്ന് ഊരാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ സംഭവത്തോടെ അയാളുടെ എല്ലാ കളികളും വെളിച്ചത്താവും. ജാമ്യം കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതിയാ മതി. ഇതുവരെ റീത്തയുടെ ബോധം തെളിയാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അവളാണല്ലോ സത്യം പറയേണ്ടത്. ബാബു എങ്ങോട്ടാ പോയത്? അയാൾ എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സ്വന്തം തടിയൂരാൻ അയാൾ പാപ്പച്ചനെ ചെന്ന് കണ്ടോ എന്ന് സംശയമുണ്ട്.
ആ നമുക്ക് നോക്കാം. നിങ്ങളുടെയും നിർമ്മല ടീച്ചറുടെയും നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടണമെന്നല്ലേ ഉള്ളൂ. പക്ഷേ നിർമ്മല ടീച്ചറുടെ കാര്യത്തിൽ വേറൊരു ഡെവലപ്മെന്റ് ഉണ്ടായതായി ഞാൻ കേട്ടു. അവർ മറ്റൊരു വക്കീലിനെ ഏർപ്പാടാക്കിയത്രേ. കോമൺ ആയ ഒരു അഡ്വക്കേറ്റ് ഉള്ളപ്പോ അവരെന്തിനു സ്വന്തമായി കേസ് വാദിക്കണം? അവരിപ്പോ എവിടെയുണ്ട്? ജാമ്യം കിട്ടിയ അന്ന് അമ്മാവനും മറ്റും വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോയല്ലോ. അവരെ ചെന്ന് കണ്ട് കാര്യം തിരിക്കാലോ. ഞാൻ ആ വീട്ടിൽ എങ്ങനെ പോകും സർ? അവരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. സംഭവിച്ചതൊക്കെ അവർ കോടതി പറഞ്ഞോട്ടെ. ഞങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ.